നമുക്ക് മുംബൈയിൽ ബ്യൂറോ തുറന്ന കാര്യം പ്രേക്ഷകർ നമ്മൾ അറിയിച്ചിരിക്കുന്നു. മുംബൈ മലയാളികൾ ലക്ഷക്കണക്കിന് വരുന്ന മുംബൈ മലയാളികൾക്ക് അവരുടെ വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കുവാൻ ഇനി ഉപകരിക്കും. അപ്പോൾ ഈ സൗകര്യം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. 71ാമത് മിസ് വേൾഡ് മത്സരത്തിൻ്റെ ഗ്രാൻഡ് ഫിനാലെ ഇന്ന് മുംബൈയിൽ നടക്കും. ഇന്ന് വൈകുന്നേരം 7:30 മണിക്ക് ജിയോ വേൾഡ് കൺവെൻഷൻ സെൻറ്ററിലാണ് ഫിനാലെ. മുൻ മിസ് ഇന്ത്യ സിനി ഷെട്ടിയാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. മുംബൈയിൽ നിന്ന് ഞങ്ങളുടെ ബ്യൂറോ ചീഫ് ശ്രീനാഥ് ചന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. ശ്രീനാഥ്, മുംബൈയൊക്കെ എങ്ങനെ ഇരിക്കുന്നു ശ്രീനാഥ്? ഗുഡ് മോർണിംഗ്. മുംബൈ ഞാനിപ്പോൾ കുറച്ച് വർഷങ്ങളായി മുംബൈ തന്നെയുണ്ട്. അതുകൊണ്ട് മുംബൈയിൽ വലിയ മാറ്റങ്ങളൊന്നും എനിക്ക് പ്രകടമായി ഒന്നും കാണാൻ പറ്റുന്നില്ല. ഏതായാലും ഇന്നിപ്പോൾ കുറച്ച് തണുപ്പ് രാവിലെ ഉണ്ട്. പക്ഷേ മുംബൈയിൽ ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായ ആളുകൾ നോക്കിക്കാണുന്നത് മിസ് വേൾഡ് മത്സരം വീണ്ടും ഒരിക്കൽ കൂടി ഇന്ത്യയിലേക്ക് എത്തുന്നു. 28 വർഷങ്ങൾക്ക് ശേഷം 96-ൽ ബംഗളൂരുവിൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്നതാണ്. അതിനുശേഷം വീണ്ടും ഒരിക്കൽ കൂടി മിസ് വേൾഡ് മത്സരം ഇന്ത്യയിലേക്ക് എത്തുന്നു. അതിന്റെ ഫൈനൽ മുംബൈയിൽ വെച്ച് നടക്കാൻ പോകുന്നു. ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് ആ മത്സരം. ഇന്ത്യക്ക് പ്രതീക്ഷയുണ്ട്. ഇന്ത്യക്കാരിയായ സിനി ഷെട്ടി കർണാടക സ്വദേശിനിയാണ്. അവരാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. ഏറ്റവും ഒടുവിലുള്ള ടോപ്പ് 10-ൽ സിനി ഷെട്ടി ഉണ്ട്. ഒരു സാമ്പത്തിക വിദഗ്ധയാണ്, ഭരതനാട്യം കലാകാരിയാണ്, മിസ് ഇന്ത്യയാണ് മുൻപത്തെ. അങ്ങനെ പലതരത്തിൽ പല മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള സിനി ഷെട്ടി ഇന്ത്യക്ക് വേണ്ടി വീണ്ടും ഒരിക്കൽ കൂടി, നേരത്തെ 6 തവണ ഇന്ത്യയിൽ നിന്നുള്ള സുന്ദരികൾ മിസ് വേൾഡ് ആയിട്ടുണ്ട്. വീണ്ടും ഒരിക്കൽ കൂടി 7ാമതൊരു തവണ കൂടി ഇന്ത്യ ആ കിരീടത്തിലേക്ക് എത്തുമോ സിനി ഷെട്ടിയിലൂടെ എന്നത് നമ്മളൊക്കെ തന്നെ കാത്തിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ 2017-ൽ മാനുഷി ചില്ലാറിലൂടെയാണ് ഇന്ത്യ മിസ് വേൾഡ് കിരീടം നേടുന്നത്. മലയാളി സാന്നിധ്യവും ഈ മിസ് വേൾഡ് ചരിത്രം പരിശോധിക്കുമ്പോൾ ഉണ്ട്. നമുക്കറിയാം, പാർവതി ഓമനക്കുട്ടൻ റണ്ണറായപ്പോയതൊക്കെ 2008-ൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. 1966-ലാണ് ആദ്യമായി ഒരു മിസ് വേൾഡ് കിരീടം ഇന്ത്യ നേടുന്നത്, ഇന്ത്യയിൽ നിന്നുള്ള ഒരു സുന്ദരി നേടുന്നത്. അത് മുംബൈയിൽ നിന്ന് തന്നെയുള്ള ആളാണ്, മാട്ടുങ്കയിൽ താമസിച്ചിരുന്ന ആളാണ് എന്നതാണ് അതിന്റെ ചരിത്രം. അങ്ങനെ വീണ്ടും ഒരിക്കൽ കൂടി മിസ് വേൾഡ് മത്സരം ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ സാന്നിധ്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വൈകിട്ട് 7:30-യോടെ മത്സരം തുടങ്ങും. പിന്നീട് 10:30 വരെ അത് നീണ്ടു നിൽക്കും. കരൺ ജോഹറാണ് ഇത് ഹോസ്റ്റ് ചെയ്യുന്നത്. കലാപരിപാടികൾ അടക്കം ഉണ്ടാകും. വെറും തൊലിയുടെ നിറമോ ആകാരവടിവോ മാത്രമല്ല, താരങ്ങളുടെ മാനസികമായ കരുത്ത്, കാര്യങ്ങളെ വിവേചിച്ചറിയാനുള്ള കഴിവ്, അങ്ങനെ പല ഘടകങ്ങൾ പരിശോധിച്ചാണ് ഈ സുന്ദരിയെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, താങ്ക് യു ശ്രീനാഥ് ചന്ദ്രൻ. യഥാർത്ഥത്തിൽ മുംബൈയിൽ എല്ലാം കൂടി ഇപ്പോൾ എത്ര ലക്ഷം മലയാളികൾ ഉണ്ടാകും? നമുക്ക് അവരുടെ നല്ല സ്റ്റോറികളൊക്കെ വാങ്ങിക്കണം. മോർണിംഗ് ഷോയിലൊക്കെ നമുക്ക് മലയാളികളുടെ ഒരു മുംബൈ മലയാളികളുടെ ഒരു സാന്നിധ്യം ശക്തമാക്കണം. ലഭ്യമല്ല. ഏതാണ്ട് 10-25 ലക്ഷത്തിലധികം മലയാളികൾ ഉണ്ട് എന്നതാണ്. പ്രത്യേകിച്ച് ഡോംബിവലി മേഖലയിലേക്കാണ് കൂടുതലായി മലയാളികൾ ഉള്ളത്. എൻ്റെ ഒരു അനുഭവം വെച്ച് കൂടുതൽ മലയാളികളെയും വലിയ മലയാളി സമാജമൊക്കെ ആ മേഖലയിലുണ്ട്. പക്ഷേ ഞാൻ ഇന്ത്യയിലെ പല മേഖലകളിലും സഞ്ചരിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മലയാളി സമാജങ്ങൾ ഏറ്റവും ശക്തമായി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നതൊക്കെ തന്നെ മുംബൈയിലാണ് എന്നത് പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ ആകെ തന്നെ അത് പറയേണ്ടി വരും. പലതരത്തിൽ അവരുടെ ഇടപെടലുകൾ കോവിഡ് കാലത്തടക്കം നമ്മൾ കണ്ടതാണ്. വലിയ സ്കൂളുകളും മറ്റുമൊക്കെയായി സജീവമാണ് മലയാളി സംഘടനകൾ ഈ മുംബൈയിൽ. ഓക്കെ, എന്തായാലും നല്ല സ്റ്റോറികളൊക്കെ അയക്കും ശ്രീനാഥ് ചന്ദ്രൻ. ഓൾ ദ ബെസ്റ്റ് ഫോർ അവർ മുംബൈ ബ്യൂറോ. മുംബൈയിലെ മലയാളി പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കിനി നിങ്ങളുടെ വാർത്തകളും നിങ്ങളുടെ സ്റ്റോറികളും ഒക്കെ നമ്മുടെ ലോകമെമ്പാടുമുള്ള 24 പ്രേക്ഷകരിലേക്കും ഫ്ലവേഴ്സിൻ്റെ പ്രേക്ഷകരിലേക്കും എത്തിക്കാൻ ഇനി എളുപ്പ വഴിയുണ്ട്. ഒരു ബ്യൂറോ, സ്വതന്ത്രമായൊരു ബ്യൂറോ വിത്ത് സഫീഷ്യൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ നമ്മളവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ മുംബൈ മലയാളികൾ ഈ അവസരം ഉപയോഗിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.